Hello friends, welcome to channel 𝙑𝙤𝙙𝙚𝙯 ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അജയ്. അപ്പോൾ എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ആക്ച്വലി ഒരു LED സ്ട്രിപ്പിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. നമുക്ക് ശരിക്കും ആക്ച്വലി ഇതൊരു മോണിറ്ററിൻ്റെ ബാക്കിൽ നമുക്ക് ഇപ്പോൾ ഇരിക്കുന്ന ബാക്കിൻ്റെ മോണിറ്റർ പോലെ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ LED ടിവിയുടെ ബാക്കിൽ വെക്കാൻ പറ്റുന്ന നല്ലൊരു LED സ്ട്രിപ്പാണ്, മൾട്ടി കളർ LED സ്ട്രിപ്പാണ് വരുന്നത്. ശരിക്കും ഒരു ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്തിട്ട് നമുക്ക് ആക്ച്വലി നമ്മുടെ വീഡിയോന് വേണമെങ്കിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലിവിംഗ് റൂമിലൊക്കെ ടി വി വെച്ചതിൻ്റെ ബാക്കിൽ നമുക്കൊരു കറക്റ്റ് ശരിക്കും ഒരു ഡെക്കറേറ്റീവ് ഇൻറ്റീരിയർ ഡെക്കറേറ്റിൻ്റെ ഭാഗമായിട്ട് വരുന്ന സംഭവമാണ്. Xergy ബ്രാൻഡിൻ്റെ ഒരു LED സ്ട്രിപ്പാണ് നമ്മൾ പരിചയപ്പെടുന്നത്. ആക്ച്വലി ഇതിൻ്റെ റേഞ്ചിൽ വരുന്നത് നല്ലൊരു ക്വാളിറ്റി സാധനം എന്ന് വെച്ചാൽ വാറണ്ടിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമുക്ക് 1 മീറ്റർ എന്ന് പറയുമ്പോൾ നമുക്കൊരു 32 ടിവിയുടെ ഒക്കെ സൈസിൽ കിട്ടും. മോണിറ്ററിന് നമുക്ക് ഉപയോഗിക്കാം. ശരിക്കും ആക്ച്വലി ഒരു 399 രൂപയാണ് പ്രൈസ് വരുന്നത്. പക്ഷേ ഈ റേഞ്ചിൽ നല്ലൊരു പ്രൊഡക്റ്റ് തന്നെയാണ് ഉള്ളത്. അതിൻ്റെ കുറേ ഡ്യൂപ്ലിക്കേറ്റും അതുപോലെ കുറേ ലോക്കൽ ചൈനീസ് സാധനങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അത് വാങ്ങിക്കാനായിട്ട് പകരം നിങ്ങൾക്ക് ഈ സാധനം വാങ്ങിക്കാനും അത്യാവശ്യം ഗ്യാരണ്ടിയും ലോങ് ലാസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ കിട്ടും. പിന്നെ നമുക്കിതിൽ മോഡ് മാറ്റാനും അതിൻ്റെ എന്താ പറയുക ഇൻ്റർവെൽസ് മാറ്റാനൊക്കെ നമുക്ക് ഇതിൻ്റെ ഇൻബിൽഡ് സ്വിച്ചും കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് കൂടെ കാണണ്ടായിരിക്കും. ഞാൻ എന്തായാലും ഇത് അൺബോക്സ് ചെയ്ത് നമ്മുടെ ഈ മോണിറ്ററിന് സെറ്റ് ചെയ്ത് കാണിച്ചു തരാം. ഇത് RGB ആണ്, ഞാൻ പറഞ്ഞ പോലെ തന്നെ RGB ലൈറ്റാണ് വരുന്നത്. പിന്നെ അതിൻ്റെ ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ നമുക്കതിൽ സപ്പോർട്ടിൻ്റെ നമ്പറും അതുപോലെ വാട്സപ്പ് കോൾ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അവരുടെ വെബ്സൈറ്റ് ആയിട്ടുള്ള www.xergy.in എന്ന് പറഞ്ഞൊരു സൈറ്റ് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ബ്രാൻഡാണ് വരുന്നത്. അതിന് MRP വരുന്നത് 999 ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് 399 രൂപയ്ക്കാണ് നമുക്ക് ഈ സംഭവം കിട്ടുന്നത് കേട്ടോ. അത് നമുക്ക് 1 മീറ്ററിൽ 2 മീറ്ററിൽ 3 മീറ്ററിലൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. അത് നിങ്ങളുടെ ടിവിയുടെ സൈസ് അനുസരിച്ച് നമുക്ക് മാറും. ഒരു 32 ഇഞ്ച് ടി വി വരെ നമുക്കൊരു 1 മീറ്ററിൻ്റെ മതി. അതിൻ്റെ മുകളിൽ നമുക്കൊരു 43 വരെ ആകുമ്പോൾ 2 മീറ്റർ, അതിൻ്റെ മുകളിലാകുമ്പോൾ നമുക്ക് 3 മീറ്റർ ഒക്കെ അങ്ങനെ ഉപയോഗിച്ചാൽ മതി. എന്ന് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഒട്ടിക്കേണ്ടതാണ്. ഓൾറെഡി ഇൻബിൽഡ് 3mm സ്റ്റിക്കർ ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഓൾറെഡി വരുന്നുണ്ടായിരിക്കും. അപ്പോൾ അത് എൻ്റെ ഫുൾ നെയിം പറയുന്നത് Xergy USB RGB LED സ്ട്രിപ്പ് എന്നാണ് അതിൻ്റെ പേര് വരുന്നത്. ഫിലിപ്സിൻ്റെ സ്ട്രിപ്പൊക്കെ നിങ്ങൾക്ക് കിട്ടും, പക്ഷേ ഫിലിപ്സിൻ്റെ ഒക്കെ നല്ല റേറ്റ് വരും കേട്ടോ. അപ്പോൾ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ നല്ലൊരു സംഭവം തന്നെയാണ്. അപ്പോൾ നമുക്കിത് നമ്മുടെ മോണിറ്ററിൻ്റെ ബാക്കിൽ വെച്ച് എങ്ങനെ ലുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് നോക്കി നോക്കാം. അപ്പോൾ അതിന് മുമ്പ് ചാനൽ പുതിയൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഒക്കെ മറക്കണ്ട. ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫേസ്ബുക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ തന്നെ ചെക്കൗട്ട് ചെയ്യാം കേട്ടോ. നമ്മൾ ആമസോണിൽ പുതിയൊരു പേജ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയും ഫോളോ ചെയ്യാൻ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്, ഫോളോ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. പിന്നെ എന്തെങ്കിലും കമൻറ്റും അതുപോലെ എന്തെങ്കിലും ക്വറീസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ യൂട്യൂബിൽ തന്നെ കമൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സഞ്ചറിൽ നമുക്ക് കോൺടാക്ട് ചെയ്യാം. നമ്മൾ എല്ലാത്തിനും അപ്പോൾ തന്നെ റിപ്ലൈ കൊടുക്കുന്നതാണ്. മാക്സിമം പോയി കഴിഞ്ഞാൽ 24 hour അത്രയ്ക്കേ എടുക്കുള്ളൂ. നമ്മൾ എല്ലാത്തിനും റിപ്ലൈ കൊടുക്കുന്നതാണ്. അപ്പോൾ നമുക്കിതിൻ്റെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഇതാണ് നമ്മുടെ ലൈറ്റ് വരുന്നത് കേട്ടോ. നമ്മുടെ Xergyയുടെ ഒരു USB RGB LED ലൈറ്റ് വരുന്ന ഇതാണ്. അപ്പോൾ ഇതിൻ്റെ ബോക്സ് നമ്മൾ എന്തായാലും ഒന്ന് പരിചയപ്പെടാം. ഇതിന് ശരിക്കും നമുക്ക് 1 മീറ്റർ 2 മീറ്റർ 3 മീറ്റർ ഒക്കെ അവൈലബിൾ ആണ്. എല്ലാത്തിൻ്റെയും ബോക്സ് സെയിം തന്നെയാണ്, ലെങ്ത്ത് മാത്രമേ ഡിഫറൻസ് വരുന്നുള്ളൂ. അതുപോലെ നമുക്ക് ഇതിൻ്റെ ഒരു ലുക്ക് എങ്ങനെയാണ് അവരെ പടം ഓൾറെഡി ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ബാക്ക് സൈഡിൽ വയ്ക്കുമ്പോൾ ലുക്ക് വരുന്നത്. പിന്നെ പ്രൈസിൻ്റെ ബോക്സ് പരിചയപ്പെടാമെന്ന് വെച്ചാൽ നമുക്ക് ബോക്സിൽ തന്നെ Xergyയുടെ ഒരു ബ്രാൻഡിങ് കാര്യങ്ങളൊക്കെ ഫ്രണ്ട് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ പടങ്ങളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ വയറിൻ്റെ നമ്മുടെ സ്വിച്ച് വരുന്ന വയറിങ്ങിൻ്റെ അതിൻ്റെയൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു USB പവറാണ് വരുന്നത്. ബാക്ക് സൈഡിലായിട്ട് പോയി കഴിഞ്ഞാൽ അവർ Xergyയുടെ സൈറ്റും Xergyനെ കുറിച്ച് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇമെയിൽ ഓൺ സപ്പോർട്ടഡ് Xergy.in അങ്ങനെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഇൻസ്ട്രക്ഷൻ കൊടുത്തേക്കുന്നത് നമ്മുടെ ടിവിയുടെ ബാക്ക് സൈഡ് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് ഒട്ടിക്കാനാണ് പറയുന്നത്. വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ MRP ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. 999 ആണ് കൊടുത്തേക്കുന്നത് 1 മീറ്ററിന് തന്നെ. പക്ഷേ 399 ആണ് നമുക്ക് ബൈയിങ് പ്രൈസ് വരുന്നത്. ആമസോണിൽ നിന്ന് വാങ്ങിച്ചാണ് നമ്മളിത്. അപ്പോൾ എന്തായാലും ഞാൻ ബെസ്റ്റ് ബൈ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. താല്പര്യമുള്ള ഡയറക്റ്റ് പോയി വാങ്ങിക്കാം. അപ്പോൾ നമുക്ക് എന്തായാലും ബോക്സ് ഓപ്പൺ ചെയ്യാം. ബോക്സ് അവർ ഒട്ടിച്ചിട്ടുള്ളൂ, വെറുതെ സീൽഡൊന്നുമല്ല. ഉള്ളിൽ സീൽഡ് പാക്കേജാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ പാക്കേജ്, വേറെ ഒന്നുമില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഈ സീല് പൊട്ടിക്കാം. സീലല്ല അത് ശരിയാ, മറ്റേ നമ്മുടെ പാക്കേജിങ് കൊള്ളാട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു പാക്കേജിങ്. അവർ കേടാവാണ്ടിരിക്കാൻ ഒരു റോളിൻ്റെ ഉള്ളിൽ ചുറ്റിയിട്ടൊക്കെയാണ് വന്നേക്കുന്നത്. അപ്പോൾ പാക്കേജിങ് ടോപ്പ് നോച്ച് തന്നെയാണ്. ഒരു ബ്രാൻഡഡിൻ്റെ ക്വാളിറ്റി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ വയറിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് സ്വിച്ചും വയറിങ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒരു കണക്ടറാണ് വരുന്നത്. അതായത് നമുക്ക് അതിൻ്റെ എൻ്റെ ഇതിൽ കണക്ട് ചെയ്ത് കൊടുക്കുക വേണ്ട, വേറെ ഒന്നുമില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിന്ന് ഊരാം. ഇത് 1 മീറ്ററിൻ്റെ സംഭവമാണ് കേട്ടോ. പാക്കേജിങ് കൊള്ളാം. എന്ന് വെച്ചാൽ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ അത് ഡാമേജ് ഒന്നും വരില്ല. ലൈറ്റ് വെയിറ്റ് ആണ്. ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റിയും കൊള്ളാം കേട്ടോ. നല്ല ബിൽഡ് ക്വാളിറ്റി ഉണ്ട് സാധനത്തിന്. പിന്നെ അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ. 1 മീറ്റർ ആയാലും നമ്മൾ ഓൾറെഡി ഒട്ടിച്ച് വെച്ചിരിക്കുക. അപ്പോൾ ചെറുതായിട്ട് ഇവിടെ ഒരു പശയും വരുന്നുണ്ട്. ഇതിൻ്റെ ബാക്ക് സൈഡിൽ നിങ്ങൾക്ക് കാണാം 3mm ടൈപ്പ് വരുന്നുണ്ട്. അപ്പോൾ നമുക്കിത് എന്താ ചെയ്യേണ്ടത്, നമുക്ക് നമ്മുടെ മോണിറ്ററും ഒട്ടിച്ചാലോ ആയി തന്നെ. അല്ലാതെ നമുക്ക് ഞാനിപ്പോൾ കത്തിച്ച് കാണിച്ചു തരണം. ഞാൻ എന്തായാലും ഇപ്പോൾ ഒരു ട്രയൽ പോലെ നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് കത്തിച്ച് കാണിച്ചു തരാം. നമ്മുടെ പവർ ബാങ്ക് എടുക്കട്ടെ ഞാൻ. അപ്പോൾ ഞാൻ പവർ ബാങ്ക് എടുത്തിട്ടുണ്ട്. ഞാനത് പവർ ബാങ്കിൽ കണക്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് എന്തായാലും ഈ വയർ നമുക്കൊന്ന് ഊരാം.
എനിക്ക് ശരിക്കും ഇത് അത്യാവശ്യം ലെങ്ത് ഉണ്ട്. ഇത് തന്നെ ഒരു അര മീറ്റർ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. നമുക്കിത് ആവശ്യം വരും ചിലപ്പോൾ കിട്ടിയിരിക്കാൻ. നമുക്കിത് നമ്മുടെ USB-യിലേക്ക് കണക്ട് ചെയ്യാം. വയറിങ് ഇവിടെ കണക്ട് ചെയ്യാം. ജസ്റ്റ് പ്ലഗ് ചെയ്യുക കണ്ടു, വേറെ ഒന്നുമില്ല. ഇതിപ്പോൾ തന്നെ കത്തി തുടങ്ങി കണ്ടു. കൊള്ളാം, നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ല ലൈറ്റും ഉണ്ട്. ഇതിൽ നമുക്ക് ഇഷ്ടംപോലെ മോഡുകളുണ്ട്. മോഡുണ്ട് ഡെമോ, അതേപോലെ കത്താൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യാനുണ്ട്, കളറിൻ്റെ മോഡുണ്ട്. ഇതെന്തായാലും മൾട്ടി കളറാണ്. നമുക്ക് കളർ അമർത്തി കഴിഞ്ഞാൽ സിംഗിൾ കളറായിട്ട് വരും. റെഡ്, ബ്ലൂ, ഗ്രീന്, വയലറ്റ്, യെല്ലോ, പച്ച, അങ്ങനെ നല്ല കളർ വരും. സ്പീഡാണെങ്കിൽ നമുക്കിതിൻ്റെ ഒരു ബ്രൈറ്റ്നസ്സും കാര്യങ്ങളും അതുപോലെ സ്പീഡൊക്കെ രണ്ടിലും ഒന്ന് തന്നെയാണ് വരുന്നത്. പിന്നെ ഓഫ് മോഡും ഇത് തന്നെയാണ് വരുന്നത്. ഓഫ് ബട്ടൺ അമർത്തി പിടിച്ചാൽ ഓഫ് ആവും, അതാണ് മോഡ് വരുന്നത്. ഓൺ അത് തന്നെയാണ്. പിന്നെ ഡെമോ മോഡ് വരുന്നുണ്ട്. മോഡ് ചേഞ്ച് ചെയ്യാനുണ്ട്, മൾട്ടിപ്പിൾ മോഡ്സ്, കത്തി ബ്ലിങ്ക് ചെയ്യുള്ളത്, അതേപോലെ സ്പീഡ് കൂട്ടി ബ്ലിങ്ക് ചെയ്യുള്ളത്, ഒറ്റ സിംഗിൾ കളറിൽ ബ്ലിങ്ക് ചെയ്യുന്നത്, മൾട്ടി കളറിൽ ബ്ലിങ്ക് ചെയ്യുന്നത്, അങ്ങനെ കുറേ മോഡുകൾ വരുന്നുണ്ട് നമുക്കിതിൽ തന്നെ. നമുക്ക് ശരിക്കും എനിക്ക് തോന്നുന്ന ഒരു അത്യാവശ്യം ഒരു മൾട്ടി കളറിൽ കത്തുന്നതായിരിക്കും നല്ലതുകൊണ്ട്. ഇത് നമുക്കിങ്ങനെ ഓരോ കളറിൽ ഇങ്ങനെ മാറി മാറി കത്തുന്ന ടൈപ്പ്. അപ്പോൾ എനിക്ക് ഈ മോഡാണ് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത്. നമുക്ക് എന്തായാലും നമ്മുടെ മോണിറ്ററിൻ്റെ ബാക്കിൽ ഒന്ന് സെറ്റപ്പ് ചെയ്യാം. ഇത് നമുക്ക് തിരിച്ചു വരാം കേട്ടോ. അപ്പോൾ നമ്മുടെ മോണിറ്ററിൽ നമ്മളത് കണക്ട് ചെയ്തിട്ടുണ്ട് ലൈറ്റ്. അപ്പോൾ നിങ്ങൾക്ക് ലൈറ്റ് ഞാൻ ഓൾറെഡി ഓൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് കാണുന്നുണ്ടായിരിക്കും. ഇത് ആക്ച്വലി നമ്മുടെ ഈ മേശയുടെ ശരിക്കും ആ ഉൾ സൈഡിൽ കുറച്ച് ഡീപ്പാണ്. അതുകൊണ്ടാണ് ഈ ഒരു പിന്നെ ഒരു ബ്ലാക്ക് കളറുമാണ്. അതുകൊണ്ട് അത്രയ്ക്ക് അങ്ങോട്ട് എടുത്ത് കാണിക്കാത്തത്. ശരിക്കും നമ്മുടെ ചുമര് കുറച്ച് ലൈറ്റ് കളറൊക്കെ ആണെങ്കിൽ ശരിക്കും എടുത്ത് കാണിക്കട്ടെ, നല്ലൊരു ലുക്ക് വരും. ലൈറ്റ് കളറാണെങ്കിൽ ഡാർക്ക് കളറാണെങ്കിൽ കുറച്ച് നമ്മുടെ ലൈറ്റ് അബ്സോർബ് ചെയ്തിട്ട് അത്രയ്ക്ക് അങ്ങോട്ട് ലൈറ്റ് കിട്ടില്ല. പക്ഷേ അത്യാവശ്യം നല്ല ബ്രൈറ്റ്നസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കുറച്ചുകൂടി ഫ്രണ്ടിലേക്കായിട്ടാണ് ഇരിക്കുന്നത് നമ്മുടെ മോണിറ്റർ എന്ന് വെച്ചാൽ കുറച്ച് ബാക്ക് സൈഡിലേക്കായിട്ട് ഇരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കുറച്ച് ലൈറ്റിൻ്റെ കുറച്ച് ബ്രൈറ്റ്നസ് കുറഞ്ഞായിട്ട് നിങ്ങൾക്ക് തോന്നും ചിലപ്പോൾ. അല്ലാണ്ട് നല്ല ബ്രൈറ്റ്നസ്സും നല്ല കളറും ഉണ്ട്. നല്ല നീറ്റായിട്ട് ഒട്ടിക്കാൻ പറ്റുന്നുണ്ട്. എൻ്റെ 3M ടൈപ്പ് നല്ല ഹാർഡ് തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾക്കൊരു TV-യുടെ ബാക്കിൽ ഇന്ത്യയിൽ ഡിസൈൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ TV-യുടെ ബാക്കിൽ ഒരു ലൈറ്റ് വെച്ചിട്ട് നമുക്കൊരു അട്രാക്ഷൻ ലിവിങ് റൂം അട്രാക്ഷൻ ആക്കണം താല്പര്യമുള്ളവർക്ക് ഈ സെർജിയുടെ സംഭവം നോക്കി നോക്കാം. ചീപ്പാണ്, അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്, വാറണ്ടി ഉണ്ട്. അതാണ് എനിക്ക് പ്രത്യേകമായിട്ട് തോന്നിയത്. പിന്നെ ഭയങ്കര ഈസി ടു യൂസ് ആണ്. ബട്ടൺസ് ഞാൻ നേരത്തെ കാണിച്ചിരുന്ന പോലെ തന്നെ 3 ബട്ടൺസാണ്. നമുക്ക് മോഡ്സ് ഇഷ്ടം പോലെ മാറ്റാനും പറ്റുന്നുണ്ട്. അപ്പോൾ ശരിക്കും പവർ ബാങ്കിലും ഉപയോഗിക്കാം. ശരിക്കും നമുക്ക് വേണമെങ്കിൽ പവർ ബാങ്കിലും അല്ലെങ്കിൽ TV-യുടെ ബാക്കിലത്തെ നമ്മുടെ USB പോർട്ടിൽ കണക്ട് ചെയ്യും. ഡയറക്റ്റ് കണക്ട് ചെയ്യുക. അപ്പോൾ TV ആകുമ്പോൾ ഓട്ടോമാറ്റിക് ഓൺ ആയിക്കോളും. അപ്പോൾ അതാണ് ശരിക്കും കറക്റ്റ് ആപ്റ്റ് വരുന്നത്. മോണിറ്ററിനെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വേണമെങ്കിൽ മോണിറ്ററിൻ്റെ നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ USB പോർട്ടിൽ വേണമെങ്കിൽ കുത്താം. നിങ്ങൾക്ക് ഇപ്പോൾ സെപ്പറേറ്റ് വേറെ USB പോർട്ട് ഇല്ലെങ്കിൽ. അപ്പോൾ എന്തായാലും നമുക്ക് ഈ സെറ്റപ്പ് എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും ആപ്റ്റ് കറക്റ്റ് TV തന്നെയാണ് കേട്ടോ. അവർ TV-യുടെ വെച്ചിട്ട് തന്നെയാണ് അവർ മെഷറിങ് കാര്യങ്ങളൊക്കെ കൊടുത്തെങ്കിൽ തന്നെ. മോണിറ്റർ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഈ 1 മീറ്ററിന് വാങ്ങിച്ചാൽ മതി. TV ആണെങ്കിൽ നിങ്ങൾ TV-യുടെ സൈസ് നോക്കിയിട്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ 1 മീറ്റർ നിങ്ങൾക്ക് ഒരു 24 ഇഞ്ചിൻ്റെ 32 ഇഞ്ചിൻ്റെ ഒക്കെ പറ്റും. അതിൻ്റെ മുകളിൽ 43 ഇഞ്ചിൻ്റെ ഒക്കെ ആണെങ്കിൽ 2 മീറ്റർ വാങ്ങിക്കുക. 43യുടെ മുകളിലാണെങ്കിൽ നമുക്ക് 3 മീറ്റർ വാങ്ങിയിട്ട് അതാണ് ഒരു ലെങ്ത് റേഞ്ചും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. ഫ്രണ്ട്സിലേക്ക് നമുക്ക് ഷെയർ ചെയ്യാനൊന്നും മറക്കണ്ട. അതുപോലെ എന്തെങ്കിലും കമൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ യൂട്യൂബ് കമൻറ്റായിട്ട് ഇടാം, അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ നമ്മുടെ മെസ്സഞ്ചറിൽ നമ്മളെ മെസ്സേജ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. ബൈ.